നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നമ്മൾ കാണുന്നത്? ചിലപ്പോൾ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ മറ്റ് പ്രധാനപ്പെട്ട പാതകളിലേതടക്കം MC റോഡിലേതും NH-ലേതും അടക്കമുള്ള വാഹന ഗതാഗതം ശക്തമായി തടയും. ഇനിയിപ്പോൾ ആംബുലൻസ് വന്നാൽ കൂടി അതിന് ഒരു നിയന്ത്രണം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ആംബുലൻസിനെ കടത്തിവിടുമായിരിക്കും. എന്നാലും മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഏതാണ്ട് 40-ലധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വലിയ ബസ്സിന് പിന്നാലെ തന്നെ നിരവധി വാഹനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കറുത്ത വാഹനമടക്കം അനവധി വാഹനങ്ങളും മന്ത്രിമാരുടെ വാഹനങ്ങളും ഒക്കെ കടന്നു പോകാറുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ശക്തമായ ഗതാഗത നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത്. അത് ജനങ്ങൾക്ക് വ്യാപകമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ അടുത്ത സമയത്ത് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ രേവന്ത് റെഡ്ഡി എന്ന വ്യക്തി, അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ കാണുമ്പോൾ അതുപോലെ ഇവിടെ എന്ന് തോന്നിപ്പോകും. അദ്ദേഹം ഏതാനും ദിവസം മുൻപ് തെലങ്കാനയിലെ PSC മെമ്പർമാരുടെ എണ്ണം 10 ആക്കി കുറച്ചു. മാത്രമല്ല, യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം, ലിസ്റ്റുകളിൽ നിന്ന് നിയമനങ്ങൾ നടത്തണം, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം, എത്രയും വേഗം ലിസ്റ്റുകളിൽപ്പെട്ടവർക്ക് അടിയന്തരമായി നിയമനം കൊടുക്കണം എന്ന ഉത്തരവാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം തെലങ്കാനയിൽ ഏത് പ്രദേശത്തു കൂടി കടന്നുപോയാലും ഇനി മുതൽ തലസ്ഥാനമായ ഹൈദരാബാദ് ഉൾപ്പെടെ തെലങ്കാനയിലെ നഗരങ്ങളിൽ വാഹന ഗതാഗതം തടയില്ല എന്നാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രത്യേക ഉത്തരവ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പോലീസിനും അതുപോലെ വാഹന ഗതാഗത വകുപ്പിനും ഒക്കെ തന്നെ നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്, രേവന്ത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ തെലങ്കാനയിൽ കൈക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിൻ്റെ പേരിൽ ട്രാഫിക് നിർത്തിവെക്കേണ്ടതില്ല എന്ന രേവന്ത് റെഡ്ഡി സംസ്ഥാന DGPക്ക് നിർദ്ദേശം നൽകി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ തീരുമാനത്തിൻ്റെ ചുവടുപിടിച്ചാണ് മുഖ്യമന്ത്രിയുടെ യാത്രയുടെ പേരിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കേണ്ടതില്ല എന്ന രേവന്ത് റെഡ്ഡിയുടെ തീരുമാനമെന്നും അറിയുന്നു. ഗതാഗത തടസ്സം കുറയ്ക്കുന്നതിനായി തൻ്റെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും രേവന്ത് റെഡ്ഡി നിർദ്ദേശം നൽകി. നിലവിൽ 15 വാഹനങ്ങളാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി പോകുന്നത്. ഇത് വെട്ടിക്കുറച്ച് 9 വാഹനങ്ങളാക്കാനാണ് നിർദ്ദേശം. എനിക്ക് ജനത്തിനൊപ്പമായിരിക്കാനാണ് ഇഷ്ടം, അവരുമായി ആശയവിനിമയം നടത്തണം. സ്വസ്ഥമായി വീട്ടിലിരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പകരം ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുമാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് രേവന്ത് റെഡ്ഡി പറയുന്നു. അതുകൊണ്ട് തൻ്റെ യാത്രാവേളകളിൽ പൊതുജനങ്ങളുടെ വാഹനം തടഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് പകരം മറ്റു വഴികൾ കണ്ടെത്തും എന്നാണ് ഒരു അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. തൻ്റെ വാഹനം കടന്നുപോകുന്ന വഴികളിൽ ദീർഘനേരം മറ്റു വാഹനങ്ങൾ പിടിച്ചിടാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. VVIPകളുടെ വാഹനവ്യൂഹങ്ങൾ നിമിത്തം ഹൈദരാബാദ് നഗരത്തിൽ വൻതോതിൽ ഗതാഗത തടസ്സമുണ്ടാകുന്നു എന്ന വിമർശനങ്ങൾക്കും പരാതികൾക്കുമിടെയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഈ ഇടപെടൽ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മുഖ്യമന്ത്രിമാർക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അതുപോലെയുള്ള VIPകൾക്കും ഒക്കെ തന്നെ പാഠമാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും VIPകൾക്ക് ധൃതിയുണ്ട്, അല്ലെങ്കിൽ VVIPകൾക്ക് ധൃതിയുണ്ട്, അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ വാഹനം മണിക്കൂറുകൾ തടഞ്ഞിട്ട് അതുവഴി കടന്നു പോകുന്നത്, ചീറിപ്പാഞ്ഞ് കടന്നു പോകുന്നത്, അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ആളുകൾ, VVIPകൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഒരു തീരുമാനം തീർച്ചയായിട്ടും അനുകരിക്കാം. ഇപ്പോൾ ഈ നവകേരള സദസ്സ് കടന്നു പോകുന്ന ആ വഴികളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഗതാഗത നിയന്ത്രണങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുപോലും അന്വേഷിക്കാതെ, എന്നുപോലും ചിന്തിക്കാതെയാണ് കടന്നു പോകുന്നത്. മതിൽ വരെ പൊളിച്ചാണ് മുഖ്യമന്ത്രിയുടെ ബസ്, നവകേരള ബസ് വിവിധ വേദികളിൽ കയറ്റുന്നത്. അതുപോലെ വഴിനീളെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ ഈ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ ശക്തമായ ഗതാഗത നിയന്ത്രണമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ള പരാതി ഉയർത്തുന്നുണ്ട്. അപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനത്തോട് ചുവടുപിടിച്ച് എല്ലാ VVIPകളും ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായേനെ.